അടിച്ച് നല്ല കിടക്കാച്ചി ഐറ്റം അടിച്ച് അപ്പോൾ ഹണിയിൽ ഫസ്റ്റ് സ്ട്രൈക്ക് അടിച്ച് വോയിസ് ആണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണ്ടേ കൊട്ടാഞ്ചിയിലാണ് നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബ്രാവോയുടെ കുറച്ച് പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അതായത് നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കണം, റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ടിപ്പ് എന്ന് പറഞ്ഞൊരു ബ്രൈഡ് കണ്ട, ബ്ലാക്ക് ടിപ്പ് എന്ന് പറഞ്ഞൊരു ബ്രൈഡ് ബ്രാവോയുടെ, അതായത് ഇതിൻ്റെ LBയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 26 LB ആണെന്ന് തോന്നുന്നു. LB അല്ല, സോറി, 26 mm ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം കനമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ 3 ഫ്രോഗ് നമുക്ക് വന്നിട്ടുണ്ട് ബ്രാവോടെ. ഒന്ന് ഹണി ബീ എന്ന് പറഞ്ഞ ഫ്രോഗും, ഒന്ന് വെനം എന്ന് പറഞ്ഞൊരു ഫ്രോഗും, പിന്നൊന്ന് മോട്ടോ എസ്റ്റോ എന്ന് പറഞ്ഞൊരു ഫ്രോഗും, മോട്ടോ എസ്റ്റോ 15 എന്ന് പറഞ്ഞൊരു ഫ്രോഗൂടാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പം ഈ 3 ഫ്രോഗ് വെച്ചായിരിക്കും നമ്മളിന്ന് കാസ്റ്റ് ചെയ്യുന്നത്. കാസ്റ്റ് ചെയ്യാൻ നേരത്തെ ഓരോ ഫ്രോ വെച്ച് കാസ്റ്റ് ചെയ്യുന്ന നേരത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും കൊട്ടാഞ്ചിയിലാണ്, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വെയിലൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇറങ്ങി കാസ്റ്റ് ചെയ്ത് നോക്കാം എന്താ കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയേക്കാം. അതിൽ നല്ല കിടുക്കൻ ഹണി ബീ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ തേനീച്ചറോട്ടിരിക്കും കണ്ട, കറക്റ്റ് ലുക്കാണ് കേട്ടോ, രക്ഷയില്ല. 2 മീശയൊക്കെ ഉണ്ട് കണ്ട, കൊമ്പൊക്കെ ഉണ്ട് കറക്റ്റ്. അതുപോലെ തന്നെ റെഡിഷ് കളറ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, ഡബിൾ സ്പിന്നറൊക്കെ വരുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം, മീൻ വല്ലതും അടിക്കുമല്ലോന്ന്. ഓക്കെ, അപ്പോൾ ഹണി ബീ വെച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഹണിക്കകത്തൊരു സ്ട്രൈക്ക് മിസ്സായി. ഫ്രോഗല്ല വെട്ടിയത്, ശക്കല മാറിപ്പോയി. ഭാഗ്യമുണ്ട് അടിക്കും. മിസ്സായി ഗായ്സ്, മിസ്സായി. അവൻ എടുത്തില്ലയോ എന്താണെന്നറിയത്തില്ല, മിസ്സായി. ഫസ്റ്റ് മീൻ മിസ്സായിരിക്കുകയാണ്. അത് ഫ്രോഗ് കറക്റ്റായിട്ട് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഹണിയിൽ ഫസ്റ്റ് മീൻ ചേറ, അത്യാവശ്യം സൈസ് സാധനം. ഹണി ബീൽ അടിച്ചേക്കണം കേട്ടോ. അടിപൊളി കിടുക്കാച്ചൊരു ചേറാണ് കേട്ടോ. ഹണിയിൽ അടിച്ചാണ്, കാണിച്ചു തരാം. പോയിസൻ്റെ ബ്രാവോയുടെ ബ്ലാക്ക് ടിപ്പ് ലൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സാധനം രണ്ടാമത് ഇറങ്ങിയ സാധനം കേട്ടോ. അതായത് എക്സ്ട്രാ 2-3 കോട്ടിങ്ങുകളൊക്കെ ചെയ്ത് സെറ്റാക്കി ഇറക്കിയ ബ്രൈഡാണ്. നല്ല സൂപ്പർ ബ്രൈഡ് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചത്തെ മേളിലായിട്ടുണ്ട്. ഇതുവരെ ആയിട്ട് നൂല് പൊങ്ങോ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഒരു സീനും ഇല്ല ഈ സാധനത്തിന്. നല്ല ലോങ് കാസ്റ്റിങ് കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പക്ക. ഇപ്പോൾ നമ്മുടെ ഹണിയിലടിച്ച മീനെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഒരു 2 kg ഉള്ളൊരു ചേറാണ് കേട്ടോ. ഹണി ഇരിക്കുന്ന കാണിച്ചു തരാം. ഇത് കണ്ട, തീറ് ഹുക്കപ്പ്, ഒരു 2 kg മസ്റ്റായിട്ടുള്ളൊരു കിടുക്കാച്ചൊരു ചേറാണ്. കണ്ടേ, ഹണി ബി ഇരിക്കുന്നുണ്ടോ, നല്ല കിടുക്കായിട്ട് ഹുക്കായിട്ടുണ്ട്. ഒരു രക്ഷയില്ല, തീറ് ഹുക്കപ്പ്, ഒന്നും പറയാനില്ല കേട്ടോ. സെറ്റ്. അപ്പോൾ ഇവനെ എടുത്തിട്ടിട്ട് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഹണി ബി എടുത്തിട്ട് ഫസ്റ്റ് മീനാണേ. ഓക്കെ, ഒന്നും പറയില്ല, അന്യായ ഹുക്കപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ മാറേ ഇറങ്ങി വരുന്നില്ല, അതുപോലത്തെ ഹുക്കപ്പ് കേട്ടോ. കൈ കീറി ഐസ്. ബാൻഡേജ് ഒന്നും എടുത്തില്ല, കൈ നല്ലപോലെ കീറി കേട്ടോ. പോളൊന്നും അതിൻ്റെ പല്ലേ കൊണ്ടാവാം. ഡാർക്ക് ഫ്രണ്ട്സ് ഉണ്ട്. വിരൽ പൊളന്ന് കേട്ടോ. അതുണ്ട, നല്ലപോലെ പൊളന്നിട്ടുണ്ട്. വായി കൈയിട്ട് ഗ്രിപ്പർ ഉണ്ടായിട്ടും
നമ്മൾ നൈസായിട്ട് അവനൊന്ന് പിടിക്കാൻ വയ്ക്കാൻ വെച്ച് കുടഞ്ഞു കളഞ്ഞ്. ഇപ്പോൾ സീനാ കാസ്റ്റിങ്ങിൻ്റെ കാര്യം. ഗ്ലൗസ് ഉണ്ടായിരുന്നു. ഡാർക്ക് ബാൻഡേജും എടുത്തില്ല. ബാൻഡേജൊക്കെ ഒറ്റ വായിനകത്താണ്. ഇപ്പോൾ ഗ്ലൗസ് ഇട്ടുകൊണ്ട് കാസ്റ്റിങ് നടക്കത്തുള്ളൂ. മീനെടുത്ത് കൊല്ലിക്കകത്താക്കട്ടെ. അങ്ങനെ ബ്രാവോടെ ഇതാണ്ടേ, ബ്രാവോടെ ഹണിയിലടിച്ച മീനാണ്. എന്താ ഹണിബി, ഹണിയല്ല സോറി ഹണിബി, ഹണിന്ന് വിളിക്കുന്നത് ഹണിബി. കണ്ട പൊളി ലുക്ക് ഫ്രോ ഉണ്ട്, നല്ല ലുക്ക് ഫ്രോ. കറക്റ്റ് തേനടിച്ചിട്ട് തന്നെ ഉണ്ട് കേട്ടോ. സെറ്റ് സാധനം കണ്ട, അവനിലടിച്ച സാധനമാണ്. നല്ല കിടക്കാച്ചി ചേറാം കേട്ടോ. പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, എടുത്തിടുക, കാസ്റ്റ് ചെയ്യുക. നമ്മുടെ ഹണിബിയിൽ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. ഇനി വല്ലതും അടിക്കാൻ നോക്കാം. മീൻ അടിക്കാൻ ചാൻസൊക്കെ ഉണ്ട്. മീൻ കാണും വേറെ. അവിടെ മീനുണ്ടായിരുന്നു ഗൈസ്. അവിടെ വേറൊരു മീനുണ്ടായിരുന്നു. ആടിയ അവിടെ ഒരു മീൻ സ്ട്രൈക്ക് ചെയ്ത. ഇവിടെ തന്നെ നോക്കാം. ഇവിടെ നമുക്കൊരു മീൻ മിസ്സായി. അടിച്ച് നല്ല കിടക്കാച്ചി ഐറ്റം. ഹണിയിൽ രണ്ടാമത്തെ ചെറ കയറിയില്ല, വരുന്നേ ഉള്ളു. സെറ്റ് വാടി ഓടി. ഹണിയിൽ രണ്ടാമത്തെ ചെറ കേട്ടോ. നല്ല കിടക്കാച്ചി ഐറ്റം കാണിച്ചു തരാം. നമ്മുടെ ഹണിയിൽ ഹണി എന്ന് പറയുന്നത് കേട്ടോ ഹണീബി കേട്ടോ. ഹണീബി എന്നാണ് നമ്മുടെ ഫ്രോഗിൻ്റെ നെയിം. ഞാൻ ഹണിന്ന് ഷോർട്ടാക്കി പറയുന്നതേ ഉള്ളൂ. ഒരു 1 kg ഉള്ള കിടുക്കാച്ചൊരു ചേറാൻ കേട്ടോ. ഹുക്കപ്പ് ഉണ്ടല്ലോ, സെറ്റ് സാധനം. ഹണി ഇരിക്കുന്നുണ്ടല്ലോ, പൊളി. ബ്രാവോടെ ഹണീബി കേട്ടോ. ഒരു 1 kg മസ്റ്റായിട്ടും ഉണ്ട് കേട്ടോ. ഹെവി, അതായത് 1 kg സൈസ് ഹെവി സാധനം കേട്ടോ. ആദ്യം കിട്ടിയതിനേക്കാളും ശകലം ചെറുത്. അടിച്ച് പറിച്ച് ഫ്രോഗ് ഇങ്ങനെ പോകുന്നു. ഹുക്ക് കണ്ടേ, ഹണീബിയുടെ ഹുക്ക് കണ്ടോ. ഒരു രക്ഷയില്ലാത്ത ഹുക്ക് കേട്ടോ. വെയിറ്റൊക്കെ ഈ ഹുക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. സെറ്റ്. ഇതാണ് ഫ്രോഗ്. നമുക്ക് കയറ്റി പഴയ പോലെ സെറ്റ് ചെയ്യാം. ആദ്യം മീൻ എടുത്തിട്ടുണ്ട്. മീനോടെല്ലാം ചാടി നാശമാക്കാം. ഫ്രോഗ് ഇത്രയുള്ള സിമ്പിൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹണീബി എവിടെ മാറിയുന്നത്. നമ്മുടെ ഹണീബി സെറ്റായിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചേറ. റൈഡ് കെട്ടി കുരുക്കരുത്, ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട്. ഇമാരോടെല്ലാം നശിപ്പിച്ച് നാറാണ കല്ലാക്കും. ഇവിടെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. സമയം നല്ലപോലെ ഇരുട്ടാറായി കേട്ടോ. ഇരുട്ടാറായെന്നല്ല, ഏകദേശം ഇരുട്ടി. ഫോണുള്ള വെട്ടമേ ഉള്ളു, അല്ലാതെ വെട്ടമൊന്നും ഇല്ല കേട്ടോ. അത് എന്ത് മീനാണ് ഇപ്പോൾ? ആ റോക്ക
റോക്കറ്റ് പോലെ പാഞ്ഞ സാധനം. സ്ട്രൈക്ക് നമ്മുടെ ഹണീബിയിലെ 3ാമത്തെ മീനാണ്. സെറ്റ് 1 kg സൈസുള്ള ചെറാനാട്ടോ. അടിപൊളി സെറ്റായിട്ട് വിഴുങ്ങി ഞാൻ കാണിച്ചു തരാം. സന്ധ്യ സമയത്ത് അടിച്ചു കേട്ടോ. അങ്ങനെ ഹണീബി കുക്കാകത്ത കേട്ടോ, വായിക്കാത്ത കണ്ട അടിപൊളി 1 kg ഉള്ളൊരു ചെറാനാട്ടോ. സെറ്റ് ഹുക്കുണ്ടോ? ഹുക്ക് പ്രോപ്പർ നാക്കല കയറി കേട്ടോ. അതായത് നല്ല ഫ്രോയിങ്ങി പോകുന്നു. അടിപൊളി. ഇനി പിന്നെ എടുത്തിട്ട് നമുക്ക് അവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. സമയമില്ല, സമയം തീരെ ഇല്ല, അതാണ് വിഷയം. അടുത്ത കയ്യിൽ വിരൽ മുറിഞ്ഞിരിക്കുക. ഫ്രണ്ട്സ്, നമ്മൾ ഹുക്ക് എടുത്ത് നമ്മുടെ 3ാമത്തെ ചെറാണ് കേട്ടോ. ഹണിബീലിലെ 3ാമത്തെ ചെറാൻ. ഒരു രക്ഷയില്ല, സെറ്റ്. അങ്ങനെ 3ാമത്തെ ചെറാനും കയറി. പൊളി. നമ്മുടെ ഹണിബി അതിൻ്റെ പടുതിയുണ്ട്. ഹുക്ക് വേറെ, ഫ്രോഗ് വേറെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഹുക്ക് പ്രോപ്പർ ഹുക്കപ്പ് ആവും. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതായത് അപ്പോൾ നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും ഈ ഹണിബി ഫ്രോഗ്, അതായത് ബ്രാവോയുടെ ഹണിബി മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അടിപൊളി ഫ്രോഗ് കേട്ടോ. അതായത് അടിച്ച മീൻ, പ്രോപ്പറായിട്ട് അടിച്ച മീനൊന്നും മിസ്സായിട്ടില്ല. ക്ലിയറായിട്ട് ഹുക്കപ്പ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഫ്രോഗ് കേട്ടോ. അപ്പം ഇതുള്ള വെറൈറ്റി വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും കാസ്റ്റിങ്ങിലാണ്, സന്ധ്യയായി. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, സീ യു.